മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. മുസ്ലിങ്ങളെ കുറിച്ച് എന്നെ ഒന്ന് പറയാം. കൗൺസിൽ ഓഫ് ഇസ്ലാമിക് ഐഡിയോളജി എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ ഒരു സംഘടനയാണ്. ഗവൺമെന്റ് അംഗീകാരമുള്ള ഒരു സംഘടനയാണ്. കൗൺസിൽ ഓഫ് ഇസ്ലാമിക് ഐഡിയോളജിക്കാര് ഒരു റിപ്പോർട്ട് ഗവൺമെന്റ് ആവശ്യപ്പെട്ടത് പ്രകാരം കൊടുത്തിട്ടുണ്ട്. എന്താ അറിയോ, ഇത്രയും പ്രാകൃതമായ ഒരു മതമാണ് ഇസ്ലാം മതം എന്നറിയാൻ അവരുടെ റിപ്പോർട്ട് മാത്രം വായിച്ചാൽ മതി. 21ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നതെന്ന ബോധം പോലും ഇല്ലാതെ സ്ത്രീകളെ വെറും കല്യാണ ചരക്കുകളും ലൈംഗികതയ്ക്കുള്ള ചരക്കുകളും ആക്കി മാറ്റുന്ന ഒരു പ്രായോഗിക വിവരണം നൽകുന്ന ഒരു സംഘടന. നിങ്ങൾ ബഹ്റൈനിൽ പോയിട്ടുണ്ടെങ്കിൽ അറിയാം, സൗദി അറേബ്യയിൽ നിന്ന് തനി ലൈംഗിക കാര്യത്തിന് വേണ്ടി വരുന്ന ആണുങ്ങൾ മദ്യപിക്കാനും കള്ളത്തരത്തിനും വേണ്ടി സൗദി അറേബ്യ എന്ന പുണ്യഭൂമിയിൽ നിന്ന് ബഹ്റൈനിലേക്ക് വരുന്ന വ്യക്തികൾ, അതുപോലെ അവര് ബുധനാഴ്ച വൈകുന്നേരം വരും, അല്ലെങ്കിൽ വ്യാഴാഴ്ച വൈകുന്നേരം വരും, വെള്ളി കഴിഞ്ഞ് ശനിയാഴ്ച തിരിച്ചു പോകും. ആ തിരിച്ചു പോകുമ്പോ ഓരോ കാറിനകത്തുള്ള സ്ത്രീകളുടെ മുഖം ഈ പർദ്ദ ഉയർത്തി നോക്കിയിട്ട് ആ ഫോട്ടോ പാസ്പോർട്ടോ ആയിട്ടുള്ളത് താരതമ്യം ഉണ്ടോ നോക്കിയിട്ട് ഈ നോക്കുന്ന ആള് പുറത്തേക്ക് നോക്കി തുപ്പുന്ന ഒരു പരിപാടിയുണ്ട്. കണ്ടാൽ അറപ്പ് തോന്നും. വെറുതെ അല്ല മുസ്ലിങ്ങള് തമ്മിൽ തല്ലിയും കൊന്നും ചാവുന്നത് എന്ന് വരെ പറയേണ്ടി വരും. ഈ സ്ത്രീകളുടെ മുഖം നോക്കിയിട്ട് ഇവർ പുറത്തേക്ക് തുപ്പുന്നത് കണ്ടു കഴിഞ്ഞാൽ. ആ കൗൺസിൽ ഓഫ് ഇസ്ലാമിക് ഐഡിയോളജി CII അടുത്ത കാലത്ത് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ വിചിത്രമായിട്ടുള്ള റിപ്പോർട്ടാണ്. ഭർത്താവിനെ അനുസരിച്ചിട്ടില്ലെങ്കിൽ ഭാര്യയെ പതുക്കെ തല്ലാൻ പ്രൊവിഷനുണ്ട്. അത്ര ഒരു പെണ്ണ് ഒരു ആശുപത്രിയില് നേഴ്സാണെങ്കിൽ ആണുങ്ങളെ പരിചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. ഒരു സ്ത്രീയുടെ ഡെലിവറി പുരുഷ ഡോക്ടർമാരെ എടുക്കരുത്. മാത്രമല്ല പുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ച് മിലിറ്ററിയിൽ വർക്ക് ചെയ്യരുത്. എവിടെയെല്ലാം സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ചുണ്ടോ അതെല്ലാം ക്യാൻസൽ ചെയ്യണം, ടെർമിനേറ്റ് ചെയ്യണം. ഒരിക്കലും അവർ ഒരുമിച്ച് വരരുത്. പ്രൈമറി സ്കൂൾ കഴിഞ്ഞാൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരുന്ന് പഠിക്കരുത്. ഇവിടുത്തെ ഓരോ കുഞ്ഞാലിക്കുട്ടിയും ഇവിടുത്തെ ഇബ്രാഹിം സുലൈമാൻ സേട്ടും ഇവിടെയുള്ള തീവ്രവാദികളും ഇവിടെയുള്ള കള്ളക്കടത്തുകാരും കള്ളന്മാരും മുസ്ലിങ്ങള് ഒന്ന് അറിയേണ്ടതാണ് ആ പാകിസ്ഥാനിൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന്. ഈ നാട്ടിലെ ഗവൺമെന്റിന്റെ സ്വത്തിന്റെ 3/4 ഭാഗവും എടുത്ത് ലോകത്തിൽ ഒരിടത്തും ഇല്ലാത്തത്രയും ഹജ്ജിനുള്ള സബ്സിഡി മേടിച്ച് തീർത്ഥാടനത്തിന് പോകുന്നത് ഗവൺമെന്റ് ചെലവില്ല. ഇത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. മുസ്ലിം വോട്ട് ബാങ്കിന്റെ പ്രത്യേകത വെച്ച് ലോകത്തിലെ ഒരു രാജ്യത്തിലും ഹജ്ജിന് ഗവൺമെന്റ് ചെലവിൽ പോകാറില്ല. ഇവിടെ മാത്രം, ഭാരതത്തിൽ മാത്രം. എന്നിട്ടും ഈ രാജ്യത്തിൽ ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മുസ്ലിങ്ങളാണ്. ഇപ്പം നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രമാണ്, ഉരുക്കുമുഷ്ടി കൊണ്ട് അടിച്ചമർത്തുന്നത് കൊണ്ടാണ് ഇപ്പൊ ബോംബ് പൊട്ടാത്തത്. എന്നിട്ടും പൊട്ടിയിട്ടുണ്ട് മിനിയാന്ന്. ആ ജമ്മു കാശ്മീരിലെ അവസ്ഥ എന്താ? ഒരു പെൺകുട്ടി പറഞ്ഞു പട്ടാളക്കാരനാണ് എന്നെ ബലാത്സംഗം ചെയ്തതെന്ന്. കുറച്ച് കഴിഞ്ഞിട്ട് അത് പറഞ്ഞു അല്ലാതെ. പിന്നെയും അതിനെ കൊണ്ട് പറയിപ്പിക്കും. ഈ നാട്ടിൽ ജീവിച്ച് പാകിസ്ഥാനോട് കൂറു പുലർത്തുന്ന ഒരേ ഒരു വിഭാഗം. ഇത്രയും അധികം തീവ്രവാദങ്ങൾ ഇവിടെ നടന്നിട്ട് മുസ്ലിങ്ങൾ അതിനെ എതിർത്തിട്ടില്ല. എന്തെല്ലാം തിന്മകള് ഇവിടെ നടക്കുമ്പോഴും അതിന് മുസ്ലിം സമൂഹം എതിർത്തിട്ടില്ല. 1-2 വ്യക്തികൾ കോൺഗ്രസിലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോ ഉള്ളവർ ചിലപ്പോൾ ചിലത് പറഞ്ഞൊന്ന് വരും. ഏതായാലും ചിലപ്പോൾ വിചാരിക്കാറുണ്ട്, ഈ കേരളത്തിലെ മുസ്ലിങ്ങളെ ഓരോന്നിനെയും സൗദി അറേബ്യയിൽ അയച്ച് അവിടെ ഒന്ന് ജീവിപ്പിക്കാൻ പഠിക്കണത് പോലെ. വേറെ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ സൗദി അറേബ്യയിൽ പോയിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഒരു അറേബ്യൻ കഥ എന്നുള്ളതിൽ ശ്രീനിവാസൻ പറയുന്ന മാതിരി ഒരു കുറച്ച് ദിവസം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഇന്ന് സൗദി അറേബ്യയിൽ ചെന്ന് വർക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നാൽ അവർ ഉടനെ BJP ആവും, അല്ലെങ്കിൽ RSS ആവും.
അതേപോലെ ഇവിടെയുള്ള മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് വിടണം, സൗദി അറേബ്യ വിട്ടാൽ പോരാ. അവിടെ ചെന്നൊരു 2 വർഷം നരകയാതന അനുഭവിക്കണം ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കാൻ, അവിടുത്തെ ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കാൻ. എന്നിട്ട് ഇവിടെ വരുമ്പോൾ പുണ്യാഹം തെളിച്ച് അവരെ തിരിച്ചെടുക്കണം. CIIയുടെ പുതിയ കണ്ടുപിടുത്തമാണ് 21ാം നൂറ്റാണ്ടില് മുസ്ലിം സ്ത്രീകള് ആണുങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കരുത്. കാരണം ഭർത്താക്കന്മാർക്ക് മൊത്തം കാണാനും ഹോൾസെയിലായിട്ട് എടുക്കാനും വേണ്ടിയിട്ടാണ്. അതേപോലെയാണ് തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ അതിനെ പറഞ്ഞയക്കും. അത് കഴിഞ്ഞ് പിന്നെയും അതിനെ തന്നെ കെട്ടണമെങ്കിൽ വേറൊരാൾ അതിനെ വീണ്ടും എച്ചിലാക്കിയതിന് ശേഷം വേണം തിരിച്ചെടുക്കാൻ. ഇതൊക്കെ ഞാൻ പറയുമ്പോഴത്തേക്കും ചില മുസ്ലിം പയ്യന്മാർ പറയും, സാറിന് ഇസ്ലാമിനെ കുറിച്ച് അറിഞ്ഞുകൂടാ, സാറ് ഖുർആൻ വായിക്കണം. ഖുർആൻ എന്തിനാ വായിക്കുന്നത്, സൂറത്ത് എന്തിനാ വായിക്കുന്നത്? അതനുസരിച്ച് ജീവിക്കുന്നത് നോക്കിയാൽ പോരെ. അവര് ജീവിക്കുന്ന കണ്ടുകഴിഞ്ഞാൽ തന്നെ അറിയാമല്ലോ ഖുർആനിൽ എന്താ ഉള്ളതെന്നുള്ളത്. എന്നിട്ട് മിനിഞ്ഞാന്ന് ഒരാൾ എഴുതിയിരുന്നു, സാർ ഇടയ്ക്ക് പറഞ്ഞു ഖുർആനിൽ നല്ലതുണ്ട്, അപ്പൊ പിന്നെ സാറിന് ഖുർആൻ സ്വീകരിച്ചൂടെ? ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, ഈ സക്കീർ നായിക്കും MM അക്ബറൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ലേ? മുഹമ്മദ് നബിയെ കുറിച്ചിട്ട് വേദത്തിൽ പറയുന്നുണ്ട്, ഭവിഷ്യപുരാണത്തിൽ പറയുന്നുണ്ട്. കൽക്കി എന്ന് പറയുന്നത് മുഹമ്മദ് നബിയാണെന്ന്. ഈ കൽക്കി എന്ന് പറയുന്ന മുഹമ്മദ് നബിയാണെങ്കിൽ നിങ്ങളങ്ങോട്ട് കൽക്കിയെ പൂജിച്ചാൽ പോരെ? വേദത്തിലും പുരാണത്തിലും മുഹമ്മദ് നബിയെ കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചും പറയുന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ ഇരുന്നുകൊണ്ട് ഈ നാട്ടിലെ ഗ്രന്ഥം പൂജിച്ചാൽ പോരെ? തനി പ്രാകൃതരായ ശവം തിന്ന് ജീവിച്ചിരിക്കുന്ന സൗദി അറേബ്യയിലെ മരുഭൂമിയിലെ ജനങ്ങൾക്ക് വേണ്ടി വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾ എഴുതിയ ഗ്രന്ഥം പഠിക്കാൻ അങ്ങോട്ട് കെട്ടി പോകുന്നതിന് പകരം ഇവിടെ ഇരുന്നുകൊണ്ട് ജീവിച്ചാൽ പോരെ? അതൊക്കെ ഇവിടെ ഉണ്ടെന്നല്ലേ ഇയാൾ പറയുന്നത്? സക്കീർ നായിക്കും MM അക്ബറും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ നിർത്താൽ പോരെ? എൻ്റെ വീട്ടിൽ ഇഷ്ടംമാതിരി കഴിക്കാനുള്ളപ്പോൾ അടുത്ത വീട്ടിൽ പോയിട്ട് കഴിക്കണോ? എൻ്റെ നാട്ടിൽ ഇഷ്ടംമാതിരി ഉള്ളപ്പോൾ അടുത്ത നാട്ടിൽ പോകണോ? ഇവിടെയുള്ള ധർമ്മത്തിലും മതത്തിലും ഇഷ്ടംമാതിരി ഉള്ളപ്പോൾ വഴിയെ കൂടി പോകുന്നവന്റെ വിദ്യാഭ്യാസം ഇല്ലാത്തവൻ പറഞ്ഞു തന്നത് പഠിക്കണോ? അതിൽ നല്ലതുണ്ടെങ്കിൽ എടുക്കാൻ പറഞ്ഞു എന്നുള്ളതിന്റെ അർത്ഥം അതിനേക്കാൾ 100 ഇരട്ടി നല്ലത് ഇവിടെ ഉള്ളപ്പോ ആ നല്ലത് എടുക്കാൻ പോണോ? ഇവിടെ അതിനേക്കാളും ഭംഗിയായിട്ടുണ്ടല്ലോ. എല്ലാത്തിനും കൂടി ചോദിച്ചതാണ്. ഏതായാലും പാകിസ്ഥാൻ ചെയ്തു വരുന്നത് ലോകത്തിന്റെ മുമ്പിൽ ഇസ്ലാം എന്താണെന്ന് കേരളത്തിലെ മുസ്ലിങ്ങൾ, മലപ്പുറത്തെയും കാസർഗോഡെയും മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് ഒന്ന് അറിയേണ്ടതാണെന്ന് കൂടി ഓർമ്മിക്കുന്നു. അവർക്ക് ഉത്തരം മുട്ടുമ്പോൾ മുസ്ലിങ്ങൾ പച്ചത്തെറി പറഞ്ഞ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതാ ഇസ്ലാമിന്റെ സ്വഭാവം തന്നെയാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ വളർത്തിയ അച്ഛനമ്മമാർ കാണിച്ചു കൊടുത്ത തിന്മയുടെ വഴി. അവനവൻ അംഗീകരിക്കാൻ പറ്റാത്തത് ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ നെഗറ്റീവുകളും അല്ലെങ്കിൽ അസഭ്യ വാക്കുകളും ഉപയോഗിച്ച് പ്രതികരിക്കുക. അതേപോലെയൊക്കെ തിരിച്ചും പ്രതികരിക്കാനൊക്കെ സാധിക്കും. പക്ഷേ അത് ജനിച്ച് വളർന്ന സംസ്കാരം അനുവദിക്കാത്തത് കൊണ്ട് ചിലർ പറയുന്നില്ല. അതാണ് ഹിന്ദുക്കൾ ശാന്തമായിട്ടിരിക്കുന്നത്. ജനിച്ചു വളർന്ന സംസ്കാരം നല്ലതായതുകൊണ്ട്. ഏത് കൊലയും കൊള്ളിവെപ്പും വ്യഭിചാരവും ലൈംഗിക തീവ്രവാദവും കള്ളക്കടത്തും കള്ളത്തരവും കള്ളക്കണക്കും എല്ലാം നോക്കുക. ഏത് മതക്കാരാ ചെയ്യുന്നത്? ഈ കൊലയും ചോരൊലിക്കലും ബോംബ് പൊട്ടിക്കലും ചാവലും കൊല്ലലും ആരാ ചെയ്യുന്നതെന്ന് വെറുതെ ചിന്തിച്ചു നോക്കാം. എന്നിട്ട് കുഴപ്പം എവിടെയാണെന്നും കൂടി ചിന്തിക്കുക. പ്രണാമം, നമസ്കാരം.